ഹലോ മക്കളെ, നമ്മളുടെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായല്ലോ. എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്തോ? എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു? നമ്മൾ കുറച്ച് വൊക്കാബുലറീസ് പഠിച്ചു ഇല്ലേ? നമ്മളുടെ ഏത് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ബിയോണ്ട് ഫിയർ എന്ന ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിലെ കുറച്ച് വൊക്കാബുലറീസ് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി നമ്മൾ കുറച്ചും കൂടി വൊക്കാബുലറീസ് അതിൻ്റെ അത് പഠിക്കാനുണ്ട്. വൊക്കാബുലറി എന്താണ്? വേർഡ് മീനിങ്. അപ്പോൾ കുറച്ചും കൂടി വൊക്കാബുലറീസ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള വൊക്കാബുലറീസും കൂടി നമുക്ക് പഠിക്കാം. എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വൊക്കാബുലറി ഏതാ? ഫയർമെൻ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ വാക്ക്? ഫയർമെൻ അല്ലേ? ഫയർമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു വേർഡാണിത്. അതായത് ഫയർ റെസ്ക്യൂവേഴ്സ്, അതായത് അഗ്നിശമനക്കാർ. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? തീ. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും, നമ്മൾ പേപ്പറിലൊക്കെ കാണാം, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, തീപിടുത്തം ഉണ്ടായി. അപ്പോൾ തീപിടുത്തം ഉണ്ടായപ്പോൾ തീ അണയ്ക്കാനായിട്ട് ഭയങ്കര സൗണ്ടിൽ, മണിയടിച്ചൊരു സൗണ്ടിൽ വലിയൊരു വണ്ടിയൊക്കെ വരുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഫയർമെൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അഗ്നിശമനക്കാർ, അതായത് അഗ്നിയെ ശമിപ്പിക്കാൻ വരുന്നവർ, അതായത് തീ കെടുത്താൻ വരുന്ന ആൾക്കാർ. എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടാവുമ്പോൾ തീ കെടുത്താൻ വരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താ മക്കളെ? ഫയർമെൻ. അതാണ് ഫയർ റെസ്ക്യൂവേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത വാക്കിലോട്ട് പോകാം. രണ്ടാമത്തെ വാക്കാണ് ഫസ്റ്റ് എയ്ഡ് അല്ലേ? ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഇന്നലെ പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എമർജൻസി കെയർ. എമർജൻസി എന്നുള്ള വാക്ക് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. എമർജൻസിയുടെ അർത്ഥം എന്താണ്? അടിയന്തരാവസ്ഥ. എന്താണ് എമർജൻസിയുടെ അർത്ഥം? അടിയന്തരാവസ്ഥ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എല്ലാവരും പറയാൻ ശ്രമിക്കുന്നില്ലേ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സ, അതായത് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ചികിത്സ. നമുക്കൊരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ആദ്യം കൊടുക്കുന്ന ചികിത്സയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? ഫസ്റ്റ് എയ്ഡ്, അതായത് എമർജൻസി കെയർ. ഇപ്പം എന്താ വാക്ക്? ഫസ്റ്റ് എയ്ഡ്. മീനിങ് എന്താണ്? എമർജൻസി കെയർ. അതിൻ്റെ മലയാളം വാക്ക് എന്താണ്? ആദ്യ ചികിത്സ. അടുത്ത വാക്ക് പഠിക്കാം. അടുത്ത വാക്കാണ് ജെന്റിൽ. എന്താണ്? ജെന്റിൽ. ജെന്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്, മൃദുവായ. എന്താ വാക്ക് മക്കളെ? ജെന്റിൽ. ജെന്റിലിൻ്റെ എന്താണ്? സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് നമ്മൾ എപ്പോഴും പറയത്തില്ലേ? അപ്പോൾ സോഫ്റ്റിൻ്റെ വേറൊരു മീനിങ് എന്ന് ചോദിച്ചാൽ ഇനി മറക്കുമോ? ജെന്റിൽ. അതിൻ്റെ മലയാള അർത്ഥം എന്താണ്? മൃദുവായ. അടുത്ത വാക്കാണ് ഹീറോ അല്ലേ? അത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയാം അല്ലേ? ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെല്ലാവരും ഹീറോസ് അല്ലേ? നിങ്ങളെല്ലാവരും ഹീറോ അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? ഹീറോ എന്ന് പറഞ്ഞാൽ ബ്രേവ് പേഴ്സൺ. നല്ല ബ്രേവിൻ്റെ മീനിങ് ഇന്നലെ പഠിച്ചതാണ്. എന്താ പഠിച്ചത്? ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യം അല്ലേ? ബ്രേവറി എന്നുള്ള വാക്കാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവ് പേഴ്സൺ, അതായത് വീരപുരുഷൻ. എന്താ മക്കളെ? ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രേവ് പേഴ്സൺ അല്ലെങ്കിൽ വീരപുരുഷൻ. ഓക്കെ, അടുത്ത വാക്ക് പറയാം. സൈറൻ. സൈറൻ. എന്താ സൈറൻ? സൈറൻ എന്ന് പറഞ്ഞാൽ വാണിംഗ് സൗണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് മുന്നോടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു സൗണ്ട് കൊടുക്കും, വാണിംഗ് സൗണ്ട്. വാണിംഗ് സൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയണത്? സൈറൻ. നമ്മൾ ആംബുലൻസ് ഒക്കെ വരുമ്പോഴും ഈ ഫയർ എഞ്ചിനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ട്, ഒരു അലാം സൗണ്ടോട് കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറയണത് സൈറൻ. സൈറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിംഗ് സൗണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച വാക്കുകൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ടീച്ചറിൻ്റെ ഒപ്പം പറയണേ എല്ലാവരും. ആദ്യത്തെ വാക്ക് എന്താ മക്കളെ? ഫയർമെൻ. രണ്ടാമത്തെ വാക്ക് എന്താണ്? ഫസ്റ്റ് എയ്ഡ്. മൂന്നാമത്തെ വാക്ക് എന്താണ്? ജെന്റിൽ. നാലാമത്തെ വാക്ക് എന്താണ്? ഹീറോ. അഞ്ചാമത്തെ വാക്ക് എന്താണ്? സൈറൻ. ഇതെന്താണ് സ്പെൽ ഔട്ട് ചെയ്തേ? SIREN. സൈറൻ. ഓക്കെ, അപ്പോൾ ഫയർമെൻ, ഫയർ റെസ്ക്യൂവേഴ്സ്. പറ, ഉറക്കെ പറ. ഫയർമെൻ, ഫയർ റെസ്ക്യൂവേഴ്സ്, അഗ്നിശമനക്കാർ. അടുത്ത എന്താണ്?
ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി കെയർ, ആദ്യ ചികിത്സ. അടുത്ത വാക്ക് എന്താണ്? ജെന്റിൽ, സോഫ്റ്റ്, മൃദുവായ. അടുത്ത വാക്ക് എന്താണ്? ഹീറോ, ബ്രേവ് പേഴ്സൺ. എന്താണ്? ഹീറോ, ബ്രേവ് പേഴ്സൺ, അതായത് വീരപുരുഷൻ. ഓക്കെ. അടുത്ത വാക്കാണ് സൈറൻ. എന്താ മക്കളെ സൈറൻ? പറഞ്ഞേ സൈറൻ എന്താണ്? വാണിംഗ് സൗണ്ട്. അതായത് അതിന് മലയാളത്തിലും സൈറൻ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ 5 വാക്കുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത 5 വാക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ. ഇതെല്ലാവരും വൃത്തിയായിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കണം. കേട്ടല്ലോ? അടുത്ത വാക്ക് എന്താണ് നോക്കിക്കേ? സ്പോട്ട്. എന്താണ് മക്കളെ? സ്പോട്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടീസ്, അതായത് കണ്ടെത്തുക. എന്താ മക്കളെ പറയുന്നത്? സ്പോട്ട് എന്ന് പറഞ്ഞാൽ നോട്ടീസ്, കണ്ടെത്തുക. ഓക്കെ. അടുത്ത വാക്ക് എന്താ മക്കളെ? റഷ്. ഭയങ്കര അവിടെ റഷാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ടോ അവിടെ ഭയങ്കര റഷാണ്. എന്താണ് റഷ് എന്ന് പറഞ്ഞാൽ? എന്താ? ഹറി, വേഗം പോവുക. അതാണ് അതിന്റെ അർത്ഥം. എന്താണ് റഷ് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? ഹറി, അതായത് വേഗം പോവുക. ഓക്കെ. അടുത്ത വാക്കാണ് സ്കേഡ്. അല്ലേ? നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന വാക്കാണ് സ്കേഡ്. നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ ഭയങ്കര സ്കേഡായി പോവും. എന്താ അതിന്റെ അർത്ഥം? ഇനി നിങ്ങൾ അപ്പോൾ ഈ വാക്ക് വേണം പറയാനായിട്ട്. ഓക്കെ. എന്താ പറയേണ്ടത്? സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഫ്രൈഡ്, അല്ലെങ്കിൽ ഭയന്ന. നമുക്ക് ഭയം ഉണ്ടാവത്തില്ലേ? നമുക്കൊരു പേടി വരത്തില്ലേ? ആ പേടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്കേഡ്. എന്താ മക്കളെ? സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്രൈഡ്, അല്ലെങ്കിൽ എന്താണ്? ഭയന്ന, അല്ലെങ്കിൽ ഭയം. ഓക്കെ. അടുത്ത വാക്ക് എന്താണ്? റിമെമ്പർ. നമ്മൾ ടീച്ചർ ക്ലാസ് തുടങ്ങിയപ്പോഴേ മക്കളോട് എന്താ പറഞ്ഞേ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താണ് റിമെമ്പർ എന്ന് പറഞ്ഞാൽ? എന്താണ്? റീകോൾ. നമ്മൾ ഒന്നും കൂടി റീകോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഓർമ്മിപ്പിക്കുക. അപ്പൊ എന്താണ് റിമെമ്പർ? റിമെമ്പർ എന്താ മക്കളെ പറഞ്ഞേ? റിമെമ്പർ എന്ന് പറഞ്ഞാൽ അർത്ഥം റീകോൾ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ അതിന്റെ അർത്ഥം? ഓർമ്മിപ്പിക്കുക. ഓക്കെ അല്ലേ? അടുത്ത വാക്കിലോട്ട് പോട്ടെ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? എൻ്റെ ഒപ്പം തന്നെ ഈ വാക്കുകൾ ഉച്ചരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ. അടുത്ത വാക്കാണ് റിയലൈസ്. എന്താ മക്കളെ? റിയലൈസ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ. തിരിച്ചറിയുക. റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ റിയലൈസിന്റെ മീനിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ. വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നും കൂടി പറയട്ടെ. സ്പോട്ട്. സ്പോട്ടിന്റെ മീനിങ് എന്താണ്? നോട്ടീസ്, കണ്ടെത്തുക. അടുത്ത വാക്ക് എന്താണ്? റഷ്. റഷിന്റെ മീനിങ് എന്താണ്? ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഹറി. നമ്മൾ ഈ മീനിങ് എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞായിരുന്നു ടീച്ചർ, ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു വേറൊരു വാക്ക്? മീനിങ് എന്നല്ലാതെ പരീക്ഷയ്ക്ക് നമ്മളോട് വേറൊരു വാക്ക് ചോദിക്കാമെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. മക്കൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? സിനോണിം. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മൾക്ക് മീനിങ് എന്നും വൊക്കാബുലറി എന്നും മാത്രമല്ല സിനോണിം എന്നും നമുക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആരും തെറ്റിക്കത്തില്ലല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് വാക്കാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നേ? സ്കേഡ്. സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അഫ്രൈഡ്, അതായത് ഭയന്ന. അടുത്ത വാക്കാണ് റിമെമ്പർ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോൾ, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക. അടുത്ത വാക്ക് എന്താ മക്കളെ? റിയലൈസ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ റിമെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 10 വേർഡ് പഠിച്ചു, പുതിയ വാക്കുകൾ. നമുക്ക് ഒന്നും കൂടി ഇത് നോക്കാം. ടീച്ചർ ഒന്നും കൂടി പറയട്ടെ. ഇപ്പൊ തന്നെ ഇതെല്ലാവരും പഠിച്ചു പോകണം. ടീച്ചറിന്റെ ഒപ്പം തന്നെ ടീച്ചർ പറയുന്നതിന്റെ ഒപ്പം പറഞ്ഞു നമുക്ക് പോകാം. ഓക്കെ. ഒന്നാമത്തെ വാക്ക് ഫയർമെൻ, ഫയർ റെസ്ക്യൂവേഴ്സ്, അഗ്നിശമനക്കാർ. രണ്ടാമത്തെ വാക്ക് ഫസ്റ്റ് എയ്ഡ്, എമർജൻസി, അല്ലെങ്കിൽ ആദ്യ ചികിത്സ. അടുത്ത വാക്ക് ജെന്റിൽ, സോഫ്റ്റ്, മൃദുവായ. അടുത്ത വാക്ക് ഹീറോ, ബ്രേവ് പേഴ്സൺ, വീരപുരുഷൻ. അല്ലേ? അടുത്ത വാക്ക് സൈറൻ. എന്താ മക്കളെ? സൈറൻ, വാണിംഗ് സൗണ്ട്. അതായത് സൈറന്റെ മീനിങ് സൈറൻ തന്നെയുള്ളൂ കേട്ടോ.
അടുത്ത വാക്കാണ് സ്പോട്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോട്ടീസ്, അതായത് കണ്ടെത്തുക. ഓക്കെ, അടുത്ത വാക്ക് റഷ്, ഹറി, വേഗത്തിൽ പോവുക. അടുത്ത വാക്ക് സ്കേഡ്, അഫ്രൈഡ്, ഭയന്ന. അടുത്ത വാക്ക് എന്താ മക്കളെ? പറഞ്ഞേ, നിങ്ങൾ വായിച്ചേ. റിമംബർ. എന്താ മക്കളെ? റിമംബർ. റീകോൾ, അതിന്റെ മലയാള അർത്ഥം എന്താണ്? ഓർമ്മിപ്പിക്കുക. ഓക്കെ, അടുത്ത വാക്ക് എന്താണ്? റിയലൈസ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ 10 വാക്കുകൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പഠിച്ച വാക്കുകളുടെ കൂട്ടത്തിൽ ഈ വാക്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. നീറ്റായിട്ട് എഴുതി വെച്ച് 2 മീനിങ്ങുകളും പഠിക്കണം. പഠിക്കുമല്ലോ? ഓക്കെ, നമുക്കപ്പം അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ വൊക്കാബുലറി എന്ന സെക്ഷൻ ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ വൊക്കാബുലറീസും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോഴേ നമ്മൾ ഈ വാക്കുകളൊക്കെ നമ്മൾക്ക് നല്ലതായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഇത്രയും പറഞ്ഞ വൊക്കാബുലറീസ് എഴുതി പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ വൊക്കാബുലറീസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ഈ വൊക്കാബുലറീസ് എങ്ങനെയാണ് നമ്മളുടെ LSS പരീക്ഷയ്ക്ക് വരുന്നത്? ഏതൊക്കെ രീതിയിൽ വരാം? ഓൾറെഡി പറഞ്ഞു അല്ലേ? ചിലപ്പോൾ നേരിട്ട് മീനിങ് ആയിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ സിനോണിമായിട്ട് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്ന ഈ ക്വസ്റ്റ്യനുകൾ എഴുതി ആൻസറും പഠിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നമുക്കത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഹാപ്പി അല്ലേ? എനർജറ്റിക് ആയിട്ടിരിക്കുമല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചാപ്റ്ററിലെ ദിൽന. നമ്മുടെ ചാപ്റ്ററിലെ ആളാണല്ലോ ദിൽന, നമ്മുടെ ക്യാരക്ടർ ആണല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞു ദിൽന എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിമിംഗ് വേർഡ് ആണ് അല്ലേ? പേരല്ലേ? അപ്പൊ ദിൽന റിസീവ്ഡ് ആൻ അവാർഡ്. ആൻ അവാർഡ് ഈസ് എ. അപ്പൊ ചോദിച്ചേക്കുവാ, ദിൽനയ്ക്ക് അവാർഡ് കിട്ടി. അപ്പൊ ഈ അവാർഡിന്റെ മീനിങ് എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 ഓപ്ഷൻ നമുക്കുണ്ട്. ഈ ഓപ്ഷനകത്ത് നമ്മൾ ഏതാ ടിക്ക് ചെയ്യാൻ പോകുന്നത്? അവാർഡിന്റെ മീനിങ് എന്താ? പറ. ശരി, പ്രൈസ്. അപ്പൊ എന്താണ് അവാർഡിന്റെ മീനിങ്? പ്രൈസ്. അപ്പൊ കണ്ടോ, നമ്മുടെ ചോദ്യം വന്നേക്കുന്ന കണ്ടോ? നമ്മൾ പഠിച്ച വൊക്കാബുലറിയാണ് അവാർഡ്, പ്രൈസ്, പുരസ്കാരം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ മക്കൾ? കണ്ടോ? അപ്പോൾ ദിൽന റിസീവ്ഡ് ആൻ അവാർഡ്. ദിൽന അവാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ്. അപ്പൊ കണ്ടോ, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദിൽന ബെഗ്ഡ് ഹെർ മോം ടു വോക്ക് അപ്പ്. അപ്പോൾ ദിൽന ബെഗ്ഡ് ഹെർ മോം ടു വേക്ക് അപ്പ്. എന്താണ് ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ച വാക്കാണ്. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കേ, കിട്ടിയില്ലേ? ശരി ശരി, എന്താണ്? അങ്ങനെ പറ, എന്താണ്? ആസ്ക്ഡ് ഹംബ്ലി. കിട്ടിയില്ലേ? അപ്പൊ എന്താണ് അതിന്റെ മീനിങ്? ആസ്ക്ഡ് ഹംബ്ലി. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാചിക്കുക. അപ്പോൾ ദിൽന ബെഗ്ഡ്, ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ബെഗ്ഡ് മീൻസ്. കണ്ടോ, ബെഗിന്റെ അർത്ഥം എന്താണ്? ബെഗ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? ആസ്ക്ഡ് ഹംബ്ലി. ഓക്കെ, കിട്ടിയില്ലേ? എല്ലാവരും ഇപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ദ ബാക്ക് യാർഡ് ഈസ് എ ബിഹൈൻഡ് ദ ഹൗസ്. അല്ലേ? ബാക്ക് യാർഡ് ബിഹൈൻഡ് ദ ഹൗസ്. കണ്ടോ ക്വസ്റ്റ്യൻ? കണ്ടോ? ദ ബാക്ക് യാർഡ് ഈസ് ബിഹൈൻഡ് ദ ഹൗസ്. അപ്പൊ അതെന്താണ്? ബാക്ക് യാർഡിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഉത്തരം പറയൂല്ലേ? അപ്പൊ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഫ്രണ്ട് ഗാർഡൻ ആണോ? അല്ല. ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അതന്നെ, എല്ലാവർക്കും കിട്ടിയില്ല ഉത്തരം. ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അപ്പൊ എന്താണ് മക്കളെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ എന്താണ്? ഏരിയ ബിഹൈൻഡ് എ ഹൗസിന് പറയുന്ന പേരാണ് ബാക്ക് യാർഡ്. ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പം അല്ലേ? ഇതിന്റെയൊക്കെ എന്താണ്? നമ്മൾ അർത്ഥം പഠിച്ചു കഴിഞ്ഞു, മീനിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ നമുക്ക് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നത്.
ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്ക് കണ്ടോ, ക്വസ്റ്റ്യൻ വന്നേക്കണം കണ്ടോ, ഓപ്ഷൻ കാണും. കാരണം നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് ഉത്തരം എഴുതാം. കണ്ടോ, ഏരിയ ബിഹൈൻഡ് എ ഹൗസ്, അതാണ് ബാക്ക് യാർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിറ്റുവേഷൻ വാസ് ആൻ എമർജൻസി. ആൻ എമർജൻസി ഈസ്, വീണ്ടും നമുക്കറിയാവുന്ന ചോദ്യം തന്നെ അല്ലേ. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എൻ്റെ മക്കൾ പറഞ്ഞ എന്താണ് എമർജൻസി എന്ന് പറഞ്ഞാല്? അർജന്റ് സിറ്റുവേഷൻ. കണ്ടോ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ എഴുതാൻ മേലേ. ദ സിറ്റുവേഷൻ വാസ് ആൻ എമർജൻസി. എന്താ മക്കളെ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി മീൻസ് ആൻ അർജന്റ് സിറ്റുവേഷൻ, അടിയന്തരമായി വരുന്ന അവസ്ഥയല്ലേ. കണ്ടോ ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? കണ്ടോ, എമർജൻസി, ആൻ അർജന്റ് സിറ്റുവേഷൻ, ഇതെല്ലാം തെറ്റ്, ഇത് മാത്രമാണ് ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിൽന അഡ്മിറ്റഡ് ഷി വാസ് സ്കേർഡ്. അഡ്മിറ്റഡ് മീൻസ് എന്താണ്? എന്താ മക്കളെ അഡ്മിറ്റഡ് മീൻസ്? എന്താണ്? എഗ്രീഡ്. അഡ്മിറ്റിന്റെ മീനിങ് ആണ് എന്ത്? എഗ്രീഡ്, ടു എഗ്രി അല്ലേ. അഡ്മിറ്റിന്റെ മീനിങ് ആണ് എഗ്രീഡ്. കണ്ടോ, അഡ്മിറ്റഡ്, എഗ്രീഡ്. കണ്ടോ, ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന കണ്ടോ, ദിൽന അഡ്മിറ്റഡ് ഷി വാസ് സ്കേർഡ്. അഡ്മിറ്റഡ് മീൻസ് എന്താണ്? എഗ്രീഡ് അല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും വ്യക്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ വൊക്കാബുലറി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ, ഇന്നലെ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, ഇത് നമ്മളിത് ബാക്കി ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും നോട്ടിലോട്ട് എഴുതണം കേട്ടോ. എഴുതി ഇത് വ്യക്തമായിട്ട് പഠിക്കണം. ഇങ്ങനെ ഈ വരുന്ന വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഇതുപോലെ ടീച്ചർ ഉപയോഗിക്കുന്ന പോലെ തന്നെ പല കളർ പേന കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ഒരു സ്കെച്ച് പേന കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, ഉത്തരം എഴുതുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? കണ്ടോ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? ദ ഫയർമാൻ കോൾഡ് ദിൽന എ ഹീറോ. എ ഹീറോ ഈസ്, ശരി, എന്താ ഉറക്കെ പറ. ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവ് പേഴ്സൺ, എ ബ്രേവ് പേഴ്സൺ. ഓക്കെ അല്ലേ? ഹീറോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ ബ്രേവ് പേഴ്സൺ അല്ലേ, ധൈര്യശാലി അല്ലേ. കണ്ടോ, ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? വീരപുരുഷൻ. നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ബ്രേവ് പേഴ്സൺ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? കണ്ടോ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ടീച്ചർ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു ദിൽന റിസീവ്ഡ് ആൻ അവാർഡ്. ആൻ അവാർഡ് ഈസ് എ ഡാഷ് പ്രൈസ്. ഓക്കെ, ദിൽന ബെഗ്ഡ് ഹെർ മോം ടു വേക്ക് അപ്പ്. ബെഗ്ഡ് മീൻസ് ആസ്ക്ഡ് ഹംബ്ലി. ഓക്കെ, അടുത്ത വാക്ക് ദ ബാക്ക്യാർഡ് ഈസ് ബിഹൈൻഡ് ദ ഹോം. ബാക്ക്യാർഡ് മീൻസ് എന്താണ് മക്കളെ? ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാല് ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. ഓക്കെ, അടുത്ത വാക്ക്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ സിറ്റുവേഷൻ വാസ് ആൻ എമർജൻസി. ആൻ എമർജൻസി ഈസ്, പറ എന്താണ്? ആൻ അർജന്റ് സിറ്റുവേഷൻ. എന്താണ്? ആൻ അർജന്റ് സിറ്റുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദിൽന അഡ്മിറ്റഡ് ഷി വാസ് സ്കേർഡ്. അപ്പൊ അഡ്മിറ്റഡ് മീൻസ് എന്താണ്? എഗ്രീഡ്. എന്താ മക്കളെ? എഗ്രീഡ്. അടുത്ത വാക്ക് എന്താണ്? ദ ഫയർമാൻ കോൾഡ് ദിൽന എ ഹീറോ. എ ഹീറോ മീൻസ് എ ബ്രേവ് പേഴ്സൺ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ക്വസ്റ്റ്യൻസ്? എല്ലാവർക്കും മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് വൊക്കാബുലറി പഠിച്ചു. ആ വൊക്കാബുലറിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും പഠിച്ചു. ഓക്കെ, ഇത് നമ്മുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരും ഇത് പഠിക്കാതെ പോകരുത്. വൃത്തിയായിട്ട് പഠിച്ച് എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് തന്നെത്താനെ ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് എക്സാമിൻ്റെ ബേസിൽ നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ഭാഗമാണ്. നമുക്കത് നോക്കാം. പോകാം, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, കണ്ടോ ഈ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഹെഡിങ് തന്നെ കണ്ടോ, അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ്. എന്താണ് ഈ അൺസ്ക്രാമ്പിൾഡ് വേർഡ്? കണ്ടോ, അൺസ്ക്രാമ്പിൾഡ് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് തന്നിരിക്കും.
ഓർഡറിലല്ലായിരിക്കും. നമ്മൾ അതിൽ നിന്ന് കറക്റ്റ് വേർഡ് കണ്ടുപിടിക്കണം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിത് ഒരുപാട് തവണ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളല്ലാതെ നമ്മുടെ മാജിക് ബോർഡ്, ബാലരമ അങ്ങനെയുള്ള നമ്മളുടെ മാഗസീൻസിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഗെയിംസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമാണ് അല്ലേ? നമുക്ക് ആ ഒരു ഗെയിം പോലെ ഇത് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ LSS പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഇതുപോലൊരു വേർഡ് തരും. ഈ വേർഡ് വേണം നമ്മളിവിടെ എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് കണ്ടുപിടിക്കാൻ? ഓക്കെ, അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളവിടെ ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ശരിയാണോ നോക്കാം. വെൻ ദിൽന കോൾഡ് ഫോർ ഹെൽപ്പ് ഷീ ഡയൽഡ് ദ എമർജൻസി നമ്പർ. ഇപ്പോഴേ നമുക്കറിയാം അല്ലേ, എമർജൻസി നമ്പർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തേക്കണ വാക്കാണ് NIRES. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വാക്ക് എന്താന്ന്. കിട്ടിയില്ലേ? എന്താണ് ഈ വാക്ക്? കണ്ടോ, ഒരു വാക്ക് ഓർഡറിൽ അല്ലാതെ തന്നേക്കുവാണ്. നമ്മൾ എങ്ങനെ ഇത് എഴുതുന്ന? ഈ വാക്ക് ഏതാണ്? ഏതാണ് ഈ വാക്ക്? നമ്മൾ ആദ്യം പഠിച്ച വാക്ക് ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടോ, SIREN. അതല്ലേ ഇവിടെ കൊടുത്തേക്കുന്നേ? നോക്കിക്കേ, നോക്കിക്കേ മക്കളെ, കണ്ടോ? ടീച്ചറോട് എഴുതാം, SIREN. അതല്ലേ അൺസ്ക്രാമ്പിളായിട്ട് കൊടുത്തേക്കുന്നേ? കണ്ടോ, എളുപ്പമല്ലേ? കണ്ടോ, NIRES തിരിച്ചു കൊടുത്തേക്കുക. നമ്മൾ ഓർഡറിലാക്കുമ്പോൾ SIREN. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫയർമെൻ പ്രൈസ്ഡ് ദിൽന ഫോർ ഹെർ ബ്രാക്കറ്റിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഡാഷ് എന്ന് വായിക്കാം. ഇൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഈ വാക്ക് ഏതാ മക്കളെ? നോക്കിക്കേ, ഈ വാക്ക് ഏതാണ്? RAREBYV. നിങ്ങൾക്ക് കിട്ടിയില്ലേ എൻ്റെ ഉത്തരം? എന്താണ് ആ വാക്ക്? എന്താണ് വാക്ക്? എഴുതാം. ബ്രേവറി. കണ്ടോ, നമുക്ക് ഈ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ തന്നെ വാക്ക് കിട്ടിയില്ലേ? അപ്പൊ എന്താ വാക്ക്? ദ ഫയർമാൻ പ്രൈസ്ഡ് ദിൽന ഫോർ ഹെർ ഇൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ആ വാക്ക് ഇവിടെ മിസ്സാക്കി വെച്ചേക്കുക. നമുക്കറിയാം എന്താണ് അവിടെ വന്ന വാക്ക്? ബ്രേവറി. കണ്ടോ, ബ്രേവറിയുടെ സ്പെല്ലിംഗ് ഒരു തല തിരിച്ചൊക്കെ തന്നേക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടി. ഉത്തരം എന്താണ്? ബ്രേവറി. അപ്പൊ രണ്ട് ഉത്തരം കിട്ടിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത എന്താണ്? ഐസക് വാസ് എന്താണ്? വെൻ ഹി സോ ഹിസ് മദർ അൺകോൺഷ്യസ്. എന്താണ്? ഐസക് വാസ് ഡാഷ് വെൻ ഹി സോ ഹിസ് മദർ അൺകോൺഷ്യസ്. എന്താ വായിക്കുന്നത്? എങ്ങനെയാ വായിക്കുന്നത്? അൺകോൺഷ്യസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വാക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, എന്താ കൊടുത്തേക്കുന്ന വാക്ക്? DREASC. ഒന്ന് പറഞ്ഞേ, ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വാക്കൊന്ന് നോക്കിക്കേ മക്കളെ. കിട്ടിയോ എല്ലാവർക്കും? എന്താണ്? നമുക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ വന്ന വാക്ക് എന്താന്ന് അല്ലേ? അപ്പൊ എന്താ ആ വാക്ക്? ടീച്ചർ ഇവിടെ എഴുതട്ടെ, ഈ വാക്ക് എന്താന്ന്. വായിച്ചേ എല്ലാവരും? കണ്ടോ, വായിച്ചേക്കണ കണ്ടോ? നമ്മൾ ഇവിടെ പഠിച്ചതാണ് ആ വാക്ക്. നോക്കിക്കേ, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടോ വാക്ക്? കണ്ടോ, സ്കേഡ്. കണ്ടോ, ഈ വാക്കല്ലേ അവിടെ വന്നേക്കുന്നത്? കണ്ടോ, എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കണം. കണ്ടോ, ആ വാക്കാണ് ഈ കൊടുത്തേക്കണം, സ്കേഡ്. കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, അല്ല രണ്ടെണ്ണം കൂടി. നമുക്ക് നോക്കാം ഏതാന്ന്. ദിൽനാസ് ഫാദർ വാസ് വർക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് ദ ഇൻസിഡന്റ്. അപ്പൊ എന്താണ്? ആ വർക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കേ, എന്താ ആ വാക്ക്? RABDOA. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഉത്തരം കിട്ടിയില്ലേ? ദിൽനയുടെ ഫാദർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഈ അൺസ്ക്രാമ്പിൾ കണ്ടില്ലേ പോലും നമുക്ക് ഉത്തരം മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വാക്ക് കണ്ടുപിടിക്കാൻ നോക്കണം. മനസ്സിലായോ?
അപ്പം എന്താണ് അതിൻ്റെ ഉത്തരം? ഈ വാക്ക് എന്താ എഴുതിയേക്കണം? നമുക്ക് എഴുതട്ടെ. എബ്രോഡ്. കണ്ടോ ഈ വാക്ക്? കണ്ടോ, എബ്രോഡ് എന്നുള്ള വാക്കാണ് തലതിരിച്ച് കൊടുത്തേക്കുന്നത്, മിക്സപ്പ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അൺസ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ, വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പൊ നമുക്ക് ഈ വാക്ക് കിട്ടിയില്ലേ? എളുപ്പമല്ലേ? അടുത്തത് നോക്കാം. ദ ഫയർമെൻ ഗേവ് ദിൽന ആൻഡ് ഫോർ ഹെർ ക്വിക്ക് തിങ്കിങ്. കേട്ടോ? അപ്പൊ എന്താണ്? ഇതൊരു വേറൊരു വാക്കാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വാക്ക് ഏതൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. എന്താണ് ഈ വാക്ക്? ടീച്ചറോട് എഴുതട്ടെ. റിവാർഡ്. കണ്ടോ? ആ വാക്കാണ്, നമ്മളൊരു പുതിയൊരു വാക്കാണ് അത്. എന്താ വാക്ക് എന്ന് പറഞ്ഞാൽ? റിവാർഡ്. REWARD. റിവാർഡ്. കണ്ടോ ആ വാക്ക്? കണ്ടോ? അപ്പം നമ്മൾ എത്ര വാക്കുകൾ ഇന്ന് പഠിച്ചു? 5 എണ്ണം പഠിച്ചു. കണ്ടോ വാക്കുകൾ നോക്കിക്കേ. സൈറൻ, ബ്രേവറി, സ്കെയേഡ്, എബ്രോഡ്, റിവാർഡ്. കണ്ടോ വാക്കുകൾ പഠിച്ചില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾക്കൊരു വർക്ക് ടീച്ചർ തരാൻ പോവുകയാണ്. എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ ഒരു വാക്ക് എടുക്കുക, അതിനെ ഷഫിൾ ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് ആ വാക്ക് കണ്ടുപിടിക്കുക. കേട്ടോ? നല്ലൊരു ഗെയിം അല്ലേ അത്? ഇപ്പം ടീച്ചർ ഇത്രയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചധികം വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ചെയ്യുമല്ലോ എല്ലാവരും. നിങ്ങൾ ഈ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്ത് എഴുതുക, എന്നിട്ട് വേർഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എല്ലാവരും ചെയ്യണം കേട്ടോ. നോട്ട്ബുക്കിൽ എല്ലാവരും ചെയ്യണം. അപ്പം നമ്മുടെ ഇതിന് പറയുന്ന പേരാണ് അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ്. അൺസ്ക്രാമ്പിൾഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാക്കുകളെല്ലാം ഷഫിൾ ചെയ്ത് തരും, അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കണം. എല്ലാവരും ചെയ്യുമല്ലോ? ഇപ്പം തന്നെ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും ചെയ്തോണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഓരോ വേർഡ്സ് കണ്ടുപിടിക്കുക. നിങ്ങൾക്കൊരു ഗെയിം ആയിട്ട് എടുക്കണം കേട്ടോ. ഒരു സൈഡിൽ റോങ് ആയിട്ടുള്ള എഴുതുക, അടുത്ത സൈഡിൽ എന്താണ്? കറക്റ്റ് ആൻസർ എഴുതണം. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാവുമെന്ന് ടീച്ചറിനോട് പറയണം കേട്ടോ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇങ്ങനെ സെന്റൻസ് ഇല്ലാതെയാണെങ്കിലും ഇത് തനിയെ തന്നാലും നിങ്ങൾ എഴുതാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് ഉറപ്പായിട്ടും എഴുതണം, എഴുതാതിരിക്കരുത്. ഉറപ്പാണേ? ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൊക്കാബുലറി പഠിച്ചു, വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പുതിയൊരു പോർഷൻ പഠിച്ചു, അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ് അല്ലേ? അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ എല്ലാവരും? എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാതിരിക്കരുത്, എന്നെങ്കിലും നമുക്ക് LSS പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീതം അല്ലേ? എതിര്. നമ്മൾ അമ്മയോടൊക്കെ എതിരൊക്കെ പറയാറുണ്ടോ നിങ്ങൾ? അമ്മ ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യില്ല എന്ന് പറയാറുണ്ടോ? പഠിക്കണം എന്ന് പറയുമ്പോൾ പഠിക്കില്ല, അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെ പറയുന്ന വാക്കുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പോസിറ്റ്. നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്, നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല, നല്ല കുട്ടികളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതാണ് ഓപ്പോസിറ്റ്. നമ്മൾ മലയാളത്തിലും ഒക്കെ ഓപ്പോസിറ്റ് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിലും കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അല്ലേ? നമുക്ക് കുറച്ച് വേർഡ്സേ ഉള്ളൂ, 3 എണ്ണേ ഉള്ളൂ. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. എന്നിട്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിത് തനിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നമ്മളിങ്ങനെ തനിയെ ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് വരും. അത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ടീച്ചർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും മിസ്സാക്കാതെ എല്ലാം വ്യക്തമായിട്ട് പഠിക്കണം. ഓക്കെ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വേർഡാണ് റെസ്പോണ്ടഡ്. റെസ്പോണ്ടഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇഗ്നോർഡ്. റെസ്പോണ്ടഡ്, ഇഗ്നോർഡ്. കണ്ടോ? ഓക്കെ. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡു ഇടാം. അടുത്ത വാക്കാണ് സ്കെയേഡ്. സ്കെയേഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബ്രേവ്. ഓക്കെ. കാംലി, ആങ്ഷ്യസ്ലി. ഓക്കെ. ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് പഠിക്കേണ്ടതാണ് ഓപ്പോസിറ്റുകൾ. ഓപ്പോസിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീതം, അതായത് വ്യത്യസ്തമായ അർത്ഥം വരുന്നത്. ഓക്കെ. ഓപ്പോസിറ്റ് വാക്കുകൾ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാണ് മക്കളെ ഇന്ന് പഠിച്ചത്? നമ്മളുടെ ദിൽന എന്ന് പറഞ്ഞ ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വേർഡ് മീനിങ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വേർഡ് മീനിങ്ങും നമ്മൾ പഠിച്ചു ഇല്ലേ? ആ വേർഡ് മീനിങ്ങിന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു, അതും മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്?
വേറൊരു കാര്യം, പുതിയൊരു കാര്യം നമ്മൾ പഠിച്ചല്ലോ. എന്താണ് പറഞ്ഞേ? അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ്. അൺസ്ക്രാമ്പിൾഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സുകൾ ഷഫിൾ ചെയ്ത് തന്നിരിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് വേർഡ് കണ്ടുപിടിക്കുന്നത്. ടീച്ചർ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അൺസ്ക്രാമ്പിൾഡ് വേർഡ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്യണം. അടുത്ത വാക്കാണ് ഓപ്പോസിറ്റ്, അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ പോലെ നമുക്ക് ഓപ്പോസിറ്റ് തരാം. ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ ചോദിക്കുക, ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് എഴുതാമല്ലോ. റെസ്പോണ്ടന്റ് ഓപ്പോസിറ്റ് ചോദിച്ചാൽ എന്തെഴുതും? പറഞ്ഞേ? ഇഗ്നോർഡ്. എന്താണ്? ഇഗ്നോർഡ്. അടുത്ത എന്താണ്? സ്കെയേർഡ്. സ്കെയേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രേവ്. അടുത്ത വാക്കാണ് കാംലി. കാംലിയുടെ ഓപ്പോസിറ്റ് എന്താണ്? കാം എന്ന് പറയത്തില്ലേ? കാം എന്ന് പറയുമ്പോൾ ആങ്ഷ്യസ്, കാംലി എന്ന് പറയുമ്പോൾ ആങ്ഷ്യസ്ലി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിച്ചത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ടീച്ചർ ഒന്നും കൂടി പറയട്ടെ. വൊക്കാബുലറീസ് പഠിച്ചു, പിന്നെന്താണ്? വൊക്കാബുലറീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു, പിന്നെന്താണ്? അൺസ്ക്രാമ്പിൾഡ് വേർഡ് പഠിച്ചു, പിന്നെന്താ മക്കളെ പഠിച്ചേ? ഓപ്പോസിറ്റ് പഠിച്ചു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാക്കുകളും വ്യക്തമായിട്ട് എഴുതി സ്പെല്ലിങ് പഠിച്ച് ഓപ്പോസിറ്റുകളും മീനിങ്ങുകളും എന്താ സിനോണിം എന്ന് പറഞ്ഞാലും എന്ത് വന്നാലും നിങ്ങളിന്ന് തെറ്റിക്കത്തില്ലല്ലോ? ഉറപ്പാണേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.